നമസ്കാരം സാറേ, നമസ്കാരം. പറയും. സാർ, ഈ സിദ്ദിഖിനെ ഇന്നിപ്പോ വൈകുന്നേരത്തിനകം പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് സാർ കരുതുന്നുണ്ടോ? ഇതൊക്കെ ഒരു നാടകമല്ലേ? അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ജാമ്യം റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഈ അറസ്റ്റിനൊന്നും ഒരു അറസ്റ്റൊക്കെ ഉണ്ടാകുമോ? എന്ത് പറയുന്നു സാർ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ നീക്കത്തെ? ഇത് വളരെ ഒരു തണുപ്പൻ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖ് പരമാവധി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ പോലീസുകാരുടെ തൊപ്പിക്കടിയിൽ തന്നെയാണ്. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ തൊപ്പിക്കടിയിൽ ഭദ്രമാക്കിയിരുന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെങ്കിൽ ലഭിക്കട്ടെ എന്നുള്ള ഒരവസരം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് തന്നെ ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്ക് അങ്ങേയറ്റം ഇത്തരം പോലീസ് ഓഫീസർമാരിൽ സ്വാധീനമുണ്ട്. ഈ സിനിമാ നടന്മാരൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്രത്തോളം വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് പൂർവ്വകാല പല ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും അറിയാം. അപ്പൊ സിദ്ദിഖുമായിട്ട് അടുപ്പമുള്ള പോലീസുകാരുടെ തൊപ്പിയുടെ തണലില് ഭദ്രമായിട്ട് സിദ്ദിഖിനെ പരിരക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിന് ശ്രമിച്ചത്. ഭാഗ്യത്തിന് കോടതി ആ കാര്യത്തിൽ ഒട്ടും കൂട്ടുനിന്നില്ല. കോടതി വളരെയധികം രൂക്ഷ വിമർശനത്തോടെ അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുണ്ടായ സാഹചര്യത്തിനെ നമുക്ക് അങ്ങേയറ്റം അഭിനന്ദിക്കാം. പക്ഷെ അതുകൊണ്ടായില്ല. കാരണം ഇപ്പൊ അത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. 99% സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോവും. അപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന സിദ്ദിഖിനെ അതിനു മുമ്പ് സുഖമായിട്ട് അറസ്റ്റ് ചെയ്ത് പോലീസിനെ ഒരാഴ്ചയെങ്കിലും ജയിലിലിടാനുള്ള അവസരമുണ്ട്. പക്ഷെ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്നും എന്താണ് ജാമ്യം ലഭിക്കുമോ അല്ലെങ്കിൽ ജാമ്യം തള്ളുമോ എന്ന് അറിയുന്നത് വരെ നമ്മുടെ സിദ്ദിഖ് ഇവിടുത്തെ പോലീസുകാരുടെ ചിറകിനുള്ളില് ഭദ്രമായിട്ട് സുരക്ഷിതനായിട്ട് ഇരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ ഏത് സമയത്തും മിറാക്കിളൊക്കെ നടന്നിട്ടുള്ളതുണ്ട്. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരില് എല്ലാവരും ഒരുപോലെയാണെന്ന് നമുക്ക് എഴുതിയിട്ട് തള്ളാൻ പറ്റില്ല. അല്പം ചിലർക്ക് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഇതില്ലാത്ത വ്യക്തികൾക്കുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഇതിനെ അതിജീവിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ഒരുപക്ഷെ സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെടാം. അതിനുള്ള സാധ്യത വളരെയധികം വിരളമാണ്. മുകേഷിനെ തന്നെ ഇപ്പൊ കണ്ടില്ലേ, മുകേഷിന്റെ ജാമ്യഹർജി കേട്ട കോടതിയിലെ ജഡ്ജിയെ പറ്റിയിട്ട് അങ്ങേയറ്റം രൂക്ഷ വിമർശനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ ഒരു CPM നേതാവിന്റെ മകളാണ്. ഏത് നിലയിലായാലും ആ കോടതിയിൽ പോയി കഴിഞ്ഞാൽ മുകേഷിന് ജാമ്യം ലഭിക്കുമെന്നൊരു മുൻകൂർ നമുക്ക് പറയില്ലേ, മുൻകൂർ ധാരണയോടുകൂടി തന്നെയാണ് സമൂഹം കാത്തിരുന്നത്. അപ്പോ അത്തരത്തില് ജാമ്യം ലഭിക്കാനുള്ള അവസരം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുകേഷിന്റെ ജാമ്യഹർജി പരിഹരിക്കാൻ പോകുന്ന കോടതിയെ കുറിച്ചുള്ള രൂക്ഷ വിമർശനങ്ങൾ അങ്ങേയറ്റം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. അത് പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. എന്നാൽ പിന്നെ മുകേഷിന്റെ കീഴ്ക്കോടതിയിലെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോകേണ്ടത് ആരാണ്? പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ അത് ചെയ്തില്ല. എന്താണ്, അവരുടെ ഒരു MLA-ക്ക് വേണ്ടിയിട്ട് അവർ ഹൈക്കോടതിയിലേക്ക് ഈ കീഴ്ക്കോടതി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് പോവോ? ഒരിക്കലുമില്ല. അപ്പോ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇന്ന് ജാമ്യം അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. ആ ഒരു കീഴ്ക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പോലീസിന് ചെയ്യാവുന്ന ഒത്താശകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രതിയോട് കാണിക്കാവുന്ന എല്ലാവിധ കരുണകളും കാണിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. പക്ഷെ ഇത് സമൂഹത്തിന് നൽകുന്നത് അങ്ങേയറ്റം മോശപ്പെട്ട ഒരു സന്ദേശമാണ്. വലിയവർക്ക്, ഉന്നതർക്ക്, പണക്കാർക്ക്, സ്വാധീനമുള്ളവർക്ക് എന്തും ഈ സമൂഹത്തിൽ ചെയ്യാം. അവർക്ക് സ്ത്രീകളെ വേട്ടയാടാം. സ്ത്രീകൾക്കെതിരെ നമ്മൾ പറയില്ലേ, എന്ത് മോശപ്പെട്ട പ്രവർത്തനവും കാഴ്ചവെക്കാം. അത്തരക്കാർക്ക് ഈ പീഠത്തിലേക്ക് ചെല്ലുമ്പോൾ പോലും അവിടെ നമ്മൾ കണ്ണ് കെട്ടിയ നീതിദേവതയല്ല കാണുന്നത്, കണ്ണ് തുറന്നിട്ടുള്ള നീതിദേവതയാണ് കാണുന്നത് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു സന്ദേശമാണ് ഈ മുകേഷിന്റെ അറസ്റ്റും അദ്ദേഹത്തിന് ജാമ്യവും നൽകുക വഴി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പൊ കേട്ട മുകേഷിനെതിരായിട്ടുള്ള പരാതിയിലെ നിലവിലെ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് മുകേഷിന് ജാമ്യം ലഭിക്കാനുള്ള ഒരു അർഹതയും ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ കീഴ്ക്കോടതിയിൽ വന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുത്തുവെങ്കിൽ തന്നെ അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് അവിടെ മുൻകൂർ ജാമ്യത്തിന് തടയിടേണ്ടതായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് അവരുടെ ഒരു MLA ആണ് മുകേഷ് എന്നുള്ള എല്ലാ പരിഗണനയും നൽകിക്കൊണ്ടാണ്. അപ്പോ കോൺഗ്രസിന്റെ MLA-മാർ ഇത്തരം പീഡന കേസുകളിൽ പെട്ടപ്പോ രാജിവെച്ചുള്ളൂ എന്നുള്ള ചോദ്യം അത് ധാർമ്മികമായ ചോദ്യമല്ല, അത് അധാർമികമായിട്ടുള്ള ചോദ്യമാണ്.
കോൺഗ്രസിന്റെ ധാർമ്മികതയല്ലല്ലോ ഇടതുപക്ഷത്തിന് ജനങ്ങൾ നൽകുന്നതും ഇടതുപക്ഷത്തിലെ നേതാക്കന്മാര് പെരുപ്പിച്ച് കാണിക്കുന്നതും. ആ നിലയിലെങ്കിലും മുകേഷിനെ സംരക്ഷിക്കാതെ മുകേഷിനോട് MLA സ്ഥാനം വരെ രാജിവെക്കാൻ പറയേണ്ട പാർട്ടി അദ്ദേഹത്തിന് ഈ കേസിൽ നിന്നും തടിയൂരാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഇനിയിപ്പോ ഈ കേസൊക്കെ കോടതിയിലെത്തിയിട്ട് ഒരു ശിക്ഷാവിധി വരാൻ വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 5 കൊല്ലത്തിനും 7 കൊല്ലത്തിനും ഇടയ്ക്കാവും. അപ്പോഴും ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് അത് വന്നു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ പോയിട്ട് മുകേഷ് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് കാണാനുള്ള ഒരു ഭാഗ്യം ഇപ്പൊ എനിക്ക് 64 വയസ്സായി. എന്നെ പോലുള്ളവർക്ക് ഉണ്ടാവാനുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 10 കൊല്ലം സുഖമായിട്ട് പൈസയുള്ളവർക്ക്, സാമ്പത്തിക ശേഷിയുള്ളവർക്ക് കോടതിയിൽ ഇപ്പോ നമ്മുടെ പീഡിപ്പിക്കപ്പെട്ട പാവപ്പെട്ട പൾസർ സുനിയാൽ പീഡിപ്പിക്കപ്പെട്ട നടിയുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഇതുവരെ 6-6.25 കൊല്ലമായിട്ട് ഇതുവരെയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല. അവരിപ്പോ ഓരോ പ്രാവശ്യവും ആ പാവപ്പെട്ട പെൺകുട്ടി സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ 6 മാസത്തിനുള്ളിൽ കേസ് തീർപ്പാക്കണമെന്ന് സുപ്രീം കോടതിയുടെ 4-5 തവണ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിട്ട് പോലും അവരുടെ കേസ് ഇതുവരെ എങ്ങും എത്താത്ത സ്ഥിതിക്ക് ഈ മുകേഷും ഈ സിദ്ദിഖൊക്കെ ഇത്തരം കേസുകളിൽ ഈ പീഡന കേസ് ശിക്ഷിക്കുന്നത് കാണപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം വളരെ കാലം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത്തരം ഒരു സാഹചര്യത്തില് മറ്റേ സിദ്ദിഖിന് ഇന്ന് നിഷേധിക്കപ്പെട്ട ജാമ്യം ജനങ്ങൾ അങ്ങേയറ്റം നമ്മൾ പറയില്ലേ ആനന്ദകരമായ ഒരു സാഹചര്യമായിട്ട് വിലയിരുത്തുന്നു. പക്ഷെ ആ വിലയിരുത്തലിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു അറസ്റ്റും അദ്ദേഹത്തെ ജയിലിലും ജയിലിൽ അയക്കുകയും ഉണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടറിഞ്ഞ് കാണേണ്ടതാണ്. കാരണം നമ്മുടെ നീതി നിയമ സംവിധാനങ്ങളും നമ്മുടെ പോലീസും എന്നും പണക്കാരുടെയും സെലിബ്രിറ്റികളുടെയും ആസനദാനികളായിട്ടാണ് എന്നും കണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു അവസ്ഥ ഈ വിഷയത്തിലും ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. സാർ, ഈ 2 വിഷയങ്ങളെയും കുറിച്ച് സാർ വളരെ നന്നായിട്ട് തന്നെയാണ് വിശകലനം ചെയ്തിരിക്കുന്നത്. സാർ തുടർന്ന് മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സാറിനെ വിളിക്കും. താങ്ക് യു സാർ. തീർച്ചയായും. താങ്ക് യു സാർ.